Hi students, Industry Instrumentation and Automation the 6th module ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. So 6th module exercises based on timers and counters ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So നമുക്ക് one by one ആയിട്ട് ചെക്ക് ചെയ്യാം. So ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ ടോപ്പിക്കാണ് ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കിയിരുന്നത് എന്തായിരുന്നു സീക്വൻസ് കൺട്രോൾ എന്നാണ്. പിന്നെ അതേപോലെ തന്നെ PLC. സോ എന്തായിരുന്നു PLC, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയായിരുന്നു, അതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയായിരുന്നു, അതേപോലെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ നോക്കിയത് റിലേ ലാഡർ ലോജിക്കും അതായത് PLC പ്രോഗ്രാമിംഗ് എങ്ങനെയായിരുന്നു, അതിൻ്റെ ബേസിക്സ് എന്തൊക്കെയായിരുന്നു, അതേപോലെ തന്നെ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ആൻഡ് അല്ലെങ്കിൽ ഓർ ഗേറ്റ്സുകൾ നമുക്ക് റിയലൈസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. സോ ഈ വീഡിയോയിൽ ഞാൻ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ് ടൈമർ കൗണ്ടർ എന്നുള്ളതാണ്. സോ ഓൾറെഡി നിങ്ങൾ ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സും പറ്റി പഠിച്ചിട്ടുണ്ട്. സോ ഇത് അത്ര റിലവൻ്റ് ആയിട്ടൊരു ടോപ്പിക് അല്ല, പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന അത്ര റിലവൻ്റ് അല്ല. പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന PLCയിനകത്തുള്ള ടൈമേഴ്സിനെയും കൗണ്ടേഴ്സിനെയും പറ്റി. സോ അതിന് മുന്നോടിയായിട്ട് എന്തായിരുന്നു നമ്മൾ ഇത്രയും കഴിഞ്ഞ സെമിസ്റ്റർ അല്ലെ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ച ടൈമേഴ്സും കൗണ്ടേഴ്സും. മെയിനായിട്ട് പഠിച്ചത് 8051 ടൈമറും കൗണ്ടറാണ്. അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുകയാണ് ഈ വീഡിയോ. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു ടൈമർ. ടൈമർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ക്ലോക്ക് എന്ന് നമുക്ക് പറയാം. എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ടൈം ഇൻ്റർവെൽസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് ഇലാപ്സ്ഡായി, അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്ത് തീർക്കാം, ഇതിനെ നമുക്ക് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ടൈമർ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു ടൈമറാണ് സ്റ്റോപ്പ് വാച്ചുകൾ. സോ സ്റ്റോപ്പ് വാച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴായാലും നമ്മൾ എല്ലാവരും ഒരു തവണയെങ്കിലും യൂസ് ചെയ്യാത്തൊരു കാര്യമായിരിക്കത്തില്ല. സോ സ്റ്റോപ്പ് വാച്ച് നോർമലി നമ്മൾ സ്പോർട്സ് ഡേയിലൊക്കെ സ്പോർട്സ് ഡേയിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ്. സോ ഇവിടെ ബേസിക്കലി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ 1 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ 1 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കും. സോ 1 മിനിറ്റ് എപ്പോൾ കഴിയുന്നു അപ്പോൾ ബസർ അല്ലെങ്കിൽ നമുക്കൊരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു അലാമിങ് സൗണ്ട് തരുന്ന ഒരു ഡിവൈസാണ് സ്റ്റോപ്പ് വാച്ച്. സോ പല കോമ്പറ്റീഷൻസിൽ നമുക്കൊരു ടൈം ഡെഡ് ലൈൻ തരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോപ്പ് വാച്ചസ് ആണ് ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ. അതേപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ക്ലോക്ക് എന്ന് തന്നെ പറയാം കൗണ്ടേഴ്സ്. സോ കൗണ്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് എന്ന് നമുക്ക് പറയാം. ഡിവൈസിൻ്റെ മെയിൻ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് എത്ര തവണ ഉണ്ടായി എന്നുള്ളത്, എത്ര നമ്പർ ഓഫ് ടൈംസ് അത് റിപ്പീറ്റ് ചെയ്തെന്നുള്ളതിനെ കൗണ്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ഒന്നെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്ത് അത് സ്റ്റോർ ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് വേണ്ട ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ വേണ്ട ഒരു കാര്യത്തിലേക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യാം. സോ കൗണ്ടേഴ്സ് ബേസിക്കലി നമ്മൾ ചില മോൾസിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻട്രി സൈഡിലും അതുപോലെ എക്സിറ്റ് സൈഡിലും ഒക്കെ കൗണ്ടേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. സോ ഇതേപോലെ തന്നെ പലയിടത്തും നമുക്ക് ഒരു ഇവൻറ്റ്സ് മെയിനായിട്ട് മൈക്രോ കൺട്രോളറിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ ഒരു ഇവൻ്റ് ഒക്വയർ ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ടേഴ്സിന് യൂസ് ചെയ്യുന്നത്. അതിന് ബേസിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് 8051 ടൈമേഴ്സും കൗണ്ടേഴ്സും ഉണ്ടാകും. സോ 8051 നമുക്കറിയാം ഒരു 8-ബിറ്റ് മൈക്രോ കൺട്രോളറാണ്. ഒരു 8-ബിറ്റ് മൈക്രോ കൺട്രോളറായ 8051 രണ്ട് ടൈമേഴ്സ് ഉണ്ട്, ടൈമർ 0യും ടൈമർ 1. സോ ഈ ഒരു സെയിം ടൈമറിനെ തന്നെ നമുക്ക് ടൈമറായിട്ട് യൂസ് ചെയ്യാം, അതേപോലെ കൗണ്ടറായിട്ട് അല്ലെങ്കിൽ ഈവൻ കൗണ്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ രണ്ട് ടൈമർ 0യും ടൈമർ 1ഉം 16-ബിറ്റ് വൈഡ് ആയിരിക്കും, അതായത് 16-ബിറ്റ് ടൈമേഴ്സ് ആയിരിക്കും. 8051 ഞാൻ പറഞ്ഞു 8051 8-ബിറ്റ് ആർക്കിടെക്ചറാണ്. അതുകൊണ്ട് തന്നെ ഈ 16-ബിറ്റ് വൈഡ് ആയിട്ടുള്ള ടൈമേഴ്സിനെ നമ്മൾ 2 ബിറ്റായിട്ടായിരിക്കും അല്ലെങ്കിൽ 2 ബൈറ്റ്സ് ആയിട്ടായിരിക്കും ആക്സസ് ചെയ്യുന്നത്. കാര്യം ഇവിടെ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ 16-ബിറ്റ് വൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ബൈറ്റ് ഹയർ ബൈറ്റും ലോവർ ബൈറ്റും ആയിട്ടായിരിക്കും നമ്മൾ ടൈമേഴ്സിനെ ആക്സസ് ചെയ്യുന്നത്. ഇനി എന്താണ് അതിനകത്ത് ടൈമർ 0 എന്ന് നമുക്ക് നോക്കാം. ടൈമർ 0 രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇനി സോ ടൈമർ 0യുടെ ലോ ബൈറ്റ്സും ഉണ്ട്, ടൈമർ 0യുടെ ഹൈ ബൈറ്റും ഉണ്ട്. അപ്പോൾ D0 to D7 ടൈമർ 0 ലോ ബൈറ്റും, D8 to D15 ടൈമർ 0 ഹൈ ബൈറ്റും ആയിരിക്കും. ഇനി ഈ ഒരു രജിസ്റ്ററിനെ നമ്മൾ നോർമലി രജിസ്റ്റേഴ്സിനെ ആക്സസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു രജിസ്റ്ററിനെ ആക്സസ് ചെയ്യുക. അതായത് മൂവ് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് ഡേറ്റയെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ മൂവ് TL0 എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ലോവർ അല്ലെങ്കിൽ 0 എന്നുള്ള ടൈമർ 0യെ ആക്സസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനാണ് മൂവ് TL0. ഇതൊരു എക്സാമ്പിളാണ്
ഇതുപോലെ ടൈമേഴ്സിന് പല ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. അതിലൊരു എക്സാമ്പിളാണ് ഡേറ്റ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സെയിം തന്നെയാണ് ടൈമർ 1ൻ്റെ കേസും. ടൈമർ 1 ഒരു 16 ബിറ്റ് ടൈമറാണ്. അതിനെ നമ്മൾ ലോയും ഹൈയും ബൈറ്റാണ് ആക്സസ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ പോലെ തന്നെ ടൈമറിനെ ലോ ബൈറ്റായിട്ടും ഹൈ ബൈറ്റായിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്യും. 2 ബൈറ്റ് രജിസ്റ്റർ ആയിട്ടായിരിക്കും എടുക്കുന്നത്. നോർമൽ ഒരു രജിസ്റ്റർ ആക്സസ് ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മൾ ടൈമറിനെ ആക്സസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടി മോഡ് രജിസ്റ്റർ അല്ലെങ്കിൽ ടൈമർ മോഡ് കൺട്രോൾ രജിസ്റ്റർ. സോ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ 2 ടൈമറുണ്ട്, ടൈമർ 0യും ടൈമർ 1ഉം. ഈ ടൈമർ 0യും ടൈമർ 1ഉം നമ്മൾ നോർമലി എങ്ങനെയാണോ ഒരു എന്താ പറയുക രജിസ്റ്ററിനെ ആക്സസ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ആക്സസ് ചെയ്യുന്നത്. പക്ഷെ അറ്റ് എ ടൈം നമുക്ക് ടൈമറിനെ ടൈമറായിട്ട് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാം. സോ എങ്ങനെയാണ് ടൈമറിനെ നമ്മൾ ടൈമറായിട്ട് യൂസ് ചെയ്യണോ കൗണ്ടറായിട്ട് യൂസ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ഈ രജിസ്റ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും കോൺഫിഗർ ചെയ്യുന്നത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടൈമർ ഓപ്പറേഷൻ മോഡ്സ് ഉണ്ട്. ഈ ടൈമറിന് ബേസിക്കലി 4 ഓപ്പറേഷൻ മോഡ്സ് ഉണ്ട്. മോഡ് 0, മോഡ് 1, മോഡ് 2, മോഡ് 3. സോ ഇത് ഞാൻ പറഞ്ഞ ടൈമർ 16 ബിറ്റ് ടൈമറാണ്. സോ ആ 16 ബിറ്റും ടൈമറായിട്ട് നമ്മൾ അല്ലെങ്കിൽ കൗണ്ടിങ്ങിന് വേണ്ടി ടൈമറായിട്ട് അല്ലെങ്കിൽ കൗണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് 16 ബിറ്റ് മോഡാണ്. ഇനി ഈ 16 അല്ലാണ്ട് നമുക്ക് 8 ബിറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കാം. സോ 8 ബിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മറ്റൊരു മോഡാണ്. 8 ബിറ്റ് ഉപയോഗിച്ച് കൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ 8 ബിറ്റ് ഉപയോഗിച്ചുള്ള ടൈമർ. ഇതേപോലെ തന്നെ നമുക്ക് 13 ബിറ്റ് ഉപയോഗിച്ചിട്ട് ടൈമറായിട്ടോ കൗണ്ടറായിട്ടോ യൂസ് ചെയ്യാം. അത് അടുത്തൊരു മോഡാണ്. അതേപോലെ ലാസ്റ്റ് മോഡായിട്ടുള്ള സ്പ്ലിറ്റ് അപ്പ് മോഡ് എന്ന് പറയും. സോ ഇങ്ങനെ 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. 16 ബിറ്റ് വെച്ചിട്ടുള്ളത്, 8 ബിറ്റ് വെച്ചിട്ടുള്ളത്, 13 ബിറ്റ് വെച്ചിട്ടുള്ളത്, സ്പ്ലിറ്റ് അപ്പ് മോഡ്. സോ എങ്ങനെയാണ് ഞാൻ അറ്റ് എ ടൈം ഇതിന് കൗണ്ടറായിട്ട് എടുക്കണോ അല്ലെങ്കിൽ ഈ ഒരു ടൈമറിനെ ഞാൻ ടൈമറായിട്ട് ഉപയോഗിക്കുകയോ കൗണ്ടറായിട്ട് ഉപയോഗിക്കുകയോ, അതേപോലെ ഏത് മോഡിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൗണ്ടറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ക്ലോക്ക് സിഗ്നൽ, ഇതിനെ എങ്ങനെ ഓൺ ചെയ്യണം, എങ്ങനെ ഓഫ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ടൈമർ മോഡ് കൺട്രോൾ രജിസ്റ്ററാണ്. സോ ഇതാണ് ടൈമർ മോഡ് കൺട്രോൾ രജിസ്റ്റർ. ഇതൊരു 8 ബിറ്റ് രജിസ്റ്ററാണ്. ഇതിൻ്റെ ലോവർ ബൈറ്റുകൾ, അതായത് 0, 1, 2, 3 എന്ന പൊസിഷനിലേക്ക് കിടക്കുന്ന ലോവർ ബിറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈമർ 0നെ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ഹയർ ബിറ്റ്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ 5, 6, 7, 8ൽ കിടക്കുന്ന ബിറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈമർ 1നെ കൺട്രോൾ ചെയ്യാനായിരിക്കും. സോ ലോവർ 4 ബിറ്റ്സ് ടൈമർ 0യ്ക്കും അപ്പർ 4 ബിറ്റ്സ് ടൈമർ 1നും. സോ 2 പേർക്കും കോമൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഗേറ്റ്, രണ്ടാമത്തത് ക്ലോക്ക് ഓർ ടൈമർ, പിന്നെ M1, M0. സോ ഈ M1, M0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞാൽ 16 ബിറ്റ് ഉണ്ട്, 8 ബിറ്റ് മോഡുണ്ട്, 13 ബിറ്റ് ഉണ്ട്, സ്പ്ലിറ്റ് അപ്പ് മോഡുണ്ട്. സോ ഈ 4 മോഡ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ബിറ്റ്സ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് M0 M1 കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് ഗേറ്റ്, അതേപോലെ എന്താണ് ക്ലോക്ക് ബാർ ടൈമർ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈമർ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഡിവൈസിന് നമുക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഒരു മെക്കാനിസം ഉണ്ടാവും. സോ ഇവിടെ ഗേറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ ഈ ഒരു ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഈ ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തും സ്റ്റോപ്പ് ചെയ്യാം, ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നോർമലി 8051 സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ സ്റ്റോപ്പിംഗ് ആൻഡ് സ്വിച്ചിങ് ആണേ ഉള്ളൂ. പക്ഷേ വേറെ കൺട്രോൾസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഗേറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഇൻറ്റേർണൽ ആയിട്ടായിരിക്കും, അതായത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പ്രോഗ്രാമിംഗ് വഴിയായിരിക്കും നമ്മൾ ടൈമറിനെ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും. അതേസമയം ഗേറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഹാർഡ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കും അവിടെ ടൈമറിനെ ഓൺ ചെയ്യുന്നത് ഓഫ് ചെയ്യുന്നത്. സോ ബേസിക്കലി എങ്ങനെയാണ് നമ്മൾ ടൈമറിനെ ഓൺ ചെയ്യുന്നത് ഓഫ് ചെയ്യുന്നത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ് ഗേറ്റ് എന്നുള്ള ഈ ബിറ്റ് ഉപയോഗിക്കുന്നത്. സോ ഗേറ്റ് എന്നുള്ള ബിറ്റ് ഞാൻ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സോഫ്റ്റ്വെയർ വെച്ചിട്ടായിരിക്കും ഞാൻ ഓൺ ചെയ്യുന്നത് ഓഫ് ചെയ്യുന്നത്. അല്ല ഗേറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഹാർഡ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കും ടൈമറിനെ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിറ്റാണ് ക്ലോക്ക് ബാർ ടൈമർ ബിറ്റ്. അതായത് ഞാൻ ഈ ടൈമർ മൊഡ്യൂളിനെ ടൈമറായിട്ടാണോ കൗണ്ടറായിട്ടാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതാണ് ക്ലോക്ക് ബാർ ടൈമർ ബിറ്റ്. അപ്പോൾ ക്ലോക്ക് ബാർ ടൈമർ ബിറ്റിൽ 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം
അത് കൗണ്ടറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ടൈമറായിട്ട് ആക്ട് ചെയ്യും. സോ C/T 1 ആണെന്നുണ്ടെങ്കിൽ കൗണ്ടറും C/T 0 ആണെങ്കിൽ ടൈമറും. ഇനി എന്തുകൊണ്ടാണ് C എന്നുള്ളത് നമ്മൾ ക്ലോക്ക് എന്ന് ഡിഫൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഒരു കൗണ്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലോക്ക് സിഗ്നൽ ചെല്ലണം. സോ ഈ ക്ലോക്ക് സിഗ്നലിനെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഏത് ക്ലോക്ക് സിഗ്നൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ കൺട്രോളറിൻ്റെ തന്നെ ക്ലോക്ക് സിഗ്നൽ എടുക്കാം. ഇനി എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്ലോക്ക് സിഗ്നൽസ് നമുക്ക് വേണമെങ്കിൽ ഓരോ മൈക്രോ കൺട്രോളറിൻ്റെ ഫീച്ചർ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ ക്ലോക്ക് എന്നത്. ഏത് ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്ലോക്ക് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഡിലേ ജനറേറ്റർ അല്ലെങ്കിൽ ഇവന്റ് മാനേജർ, ഇതാണ് C/T ക്ലോക്ക് ബാർ ടൈമർ. സോ നമ്മളൊന്ന് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ബേസിക്കലി അധികം കാര്യങ്ങളൊന്നുമില്ല ഈ വീഡിയോയിൽ. ജസ്റ്റ് എന്താണ് ടൈമേഴ്സും അതേപോലെ എന്താണ് കൗണ്ടർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഇത്ര ടൈമിങ്ങിനകം എലാപ്സ്ഡ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ടൈമേഴ്സും, അതേപോലെ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കൗണ്ടേഴ്സും. പിന്നെ 8051 നോക്കി 8051 8-bit ആയിട്ടുള്ള മൈക്രോ കൺട്രോളറാണ്. അതിനകത്ത് 2 ടൈമറുണ്ട്. ഈ സെയിം ടൈമർ മൊഡ്യൂളിൽ തന്നെയാണ് നമ്മൾ കൗണ്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ടൈമർ ആയാലും കൗണ്ടർ ആയാലും അതൊരു 16-bit ആയിരിക്കും. ഈ 16-bit ഹയറും ലോവർ ബൈറ്റുമായിട്ടായിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഏത് മോഡിൽ വേണം ഇവരെ വർക്ക് ചെയ്യിക്കാൻ. 4 മോഡ്സ് ഉണ്ട്. ഇതിൽ ഏത് മോഡിൽ വർക്ക് ചെയ്യണം, അതേപോലെ കൗണ്ടറായിട്ട് വർക്ക് ചെയ്യണോ ടൈമറായിട്ട് വർക്ക് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഹാർഡ്വെയർ ഉപയോഗിച്ചിട്ട് വേണം ഇവരെ കൺട്രോൾ ചെയ്യാൻ, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വേണം കൺട്രോൾ ചെയ്യാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ചെയ്യാൻ സഹായിക്കുന്നതാണ് ടൈമർ മോഡ് കൺട്രോൾ രജിസ്റ്റർ, T മോഡ് രജിസ്റ്റർ എന്ന് പറയും. സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഒരു സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൊന്നും ഈ ഒരു സെക്ഷനിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പിന്നെ നമുക്ക് ടൈമേഴ്സിനെ കൗണ്ടേഴ്സിനെ, അതായത് വരുന്ന വീഡിയോസിലെ PLC ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് 2 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നതാണ്. ഒന്ന്, വാട്ട് ആർ ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ്, എന്താണ് ടൈമർ കൗണ്ടർ എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. അതുപോലെ തന്നെ 8051 ടൈമറും കൗണ്ടറും അതിൻ്റെ അസോസിയേറ്റഡ് രജിസ്റ്റേഴ്സിനെ പറ്റി അസൈൻമെൻ്റ് ആയിട്ട് നോക്കുക. ഇതിന് റെഫർ ചെയ്യുന്നത് ബേസിക്കലി കൺട്രോളറിൻ്റെ 8051 കൺട്രോളറിൻ്റെ ടെക്സ്റ്റാണ്, മുഹമ്മദ് അലി മസീദി. പല വേർഷൻസ് ഉണ്ട്. അതിൽ ഏത് വേർഷനിലാണെങ്കിലും ഈ ബേസിക് കാര്യങ്ങളെല്ലാം അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. ടൈമേഴ്സ് കൗണ്ടേഴ്സ് അതിനകത്ത് ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമാണ്. സോ അതിൻ്റെ ഏത് വേർഷൻ വേണമെങ്കിലും എടുക്കാം. അത് മുഹമ്മദ് അലി മസീദിയുടെ ഓതേഴ്സും കാണും. സോ അത് വിഷയമല്ല, മെയിൻ ഓതറായിട്ട് മുഹമ്മദ് അലി മസീദി ഉള്ള ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ മതി. പിന്നെ ഈ വീഡിയോയിൽ ടൈമർ കൗണ്ടറിനെ സംബന്ധിച്ച് എന്ത് ക്വയറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ മെയിൽ ID ആയ kavyaramesh@snit@gmail.com മെയിൽ ചെയ്യാം. സോ താങ്ക് യു.